അധ്യാപക നിയമനത്തിൽ നിലവിലെ PSC റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചും ഉദ്യോഗാർത്ഥികളെ വഴിയാധാരമാക്കിയും സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഉത്തരവ്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സർക്കാർ സ്കൂളുകളിൽ പുനർവിന്യസിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമാണ് തിരിച്ചടിയായിരിക്കുന്നത്. പുതിയ ഉത്തരവ് നടപ്പിലാകുന്നതോടെ സർക്കാർ സ്കൂളുകളിൽ അടുത്ത 5 വർഷത്തേക്ക് അധ്യാപക നിയമനം ഉണ്ടാകില്ല. അധ്യാപക പാക്കേജിൽ ഉൾപ്പെട്ട എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം 3852 അധ്യാപകരെയും ജീവനക്കാരെയുമാണ് സർക്കാർ സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കുക. ഇത്രയും അധ്യാപകരെ നിയമിക്കുന്നതിലൂടെ സർക്കാർ സ്കൂളിൽ വരുന്ന 5 വർഷത്തേക്ക് പുതിയ നിയമനങ്ങൾ ഉണ്ടാകില്ല. ഇതിലൂടെ നിലവിലെ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നവരുടെയും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഉദ്യോഗാർത്ഥികളുടെയും ഭാവി അനിശ്ചിതത്വത്തിലാകും. പരാതിയുമായി ചെന്നപ്പോൾ നമുക്ക് 3 ദിവസം പോയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ ഈ പരാതിയും ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്ന് നമുക്ക് വളരെ വേദനാജനകമായൊരു അനുഭവമാണ് ഉണ്ടായത്. 2 വർഷം കോഴ്സ് ആക്കിയത് തന്നെ മച്ച് ബെറ്റർ ടീച്ചേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിലില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ഉത്തരവിനെതിരെ B.Ed വിദ്യാർത്ഥികൾക്കും ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത്. 25 വയസ്സായി, പിന്നെയും ഇപ്പോഴത്തെ അറിവ് അനുസരിച്ചാണെങ്കിൽ 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് ജോലിയില്ല. 2011 വരെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകരെയാണ് ആദ്യഘട്ടത്തിൽ പുനർവിന്യസിക്കുക. ഉത്തരവ് നടപ്പായാൽ KER ചട്ടത്തിൽ ഭേദഗതി വരുത്താനും സർക്കാർ നീക്കങ്ങൾ തുടങ്ങി. സർക്കാർ അധ്യാപകരുടെ തൊഴിൽ സംരക്ഷണത്തിനായാണ് ഹൈക്കോടതി അനുമതിയോടെ സർക്കാർ അധ്യാപക പാക്കേജ് നടപ്പാക്കുന്നത്. അരുൺ രാജ്, റിപ്പോർട്ടർ, കൊല്ലം.